അപ്പം മിസ്റ്റർ പൊന്നപ്പൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ പയ്യോളിക്ക് വിടുന്ന് ഉണ്ണിക്ക് ഒരു സെക്കൻഡ് സെറ്റ് അടിക്കും. ഒരുപാട് കാലത്ത് ആഗ്രഹം ഒരു സെക്കൻഡ് സെറ്റ് അടിക്കണം. അപ്പോൾ ഇന്ന് ഒരു സെക്കൻഡ് സെറ്റ് അടിച്ചു കൊടുക്കുക. അവള് പറഞ്ഞ പേടിയാന്നാ പറയുന്നത്, ഒരു സ്റ്റഡ് അടിക്കുന്നതിന് പേടിയാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം. എൻ്റെ കാര്യം കൂടെ പറ, എനിക്കിത് അടിക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ? ഉണ്ണിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതായത് സെക്കൻഡ് സെറ്റ് അടിക്കാൻ. സെക്കൻഡ് സെറ്റ് മാത്രമല്ല, മൂക്കുത്തി ഞാൻ കുത്തിച്ചാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് സെറ്റ് ഞാൻ പറഞ്ഞ് കുത്തിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. സത്യം പറഞ്ഞ ഒരു വയനാട് കൂടെയൊക്കെ പോകുന്നവരില്ലേ, വയനാട് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നവരില്ലേ. അതിപ്പോ മഴ പെയ്തപ്പോ കൂടെ കാടായതാണ്. അപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ തിക്കോടിയിലെ റെയിൽവേ ഗേറ്റ്. തിക്കോടിയിലെ റെയിൽവേ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു അർജൻറ്റ് കാര്യത്തിലൊക്കെ നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഹൈവേയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഒരു കൂട്ടിക്കളി അങ്ങനത്തെ ഒരു സെറ്റപ്പ് അവിടെ. അവിടെ നിന്ന് ഗേറ്റ് അതാണ് ഗേറ്റ് കൂട്ടുക. അർജന്റായാലും നമ്മുടെ സമയമില്ലാതെ ഒരു കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഒരു കൂട്ടിക്കളി. പിന്നെ വേറെ കാര്യമുണ്ട്, പക്ഷെ ഇവരെ മാത്രം പറഞ്ഞ കാര്യമില്ല. അവിടെ ഒരു FC ഉണ്ട്, മറ്റേ ഫുഡ് കോർപ്പറേഷൻ. അപ്പൊ അവിടത്തേക്ക് ഈ ഗുഡ്സ് വാഗൻ വരും. പിന്നെ അപ്പോൾ അവിടത്തേക്ക് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വേറെ കുറെ പാളങ്ങളുണ്ട്, പാസഞ്ചർ ട്രെയിൻ പോകത്തെ. അപ്പൊ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമ്പോൾ കുറച്ച് വൈപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആവും തുറക്കെ അടച്ചു കഴിഞ്ഞു. സമയത്തായിരിക്കും മിക്കവാറും നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടാവും. ഈ ഒരു സമയത്തായിരിക്കും മിക്കവാറും നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടാവും. അപ്പൊ ഇതാണ് തിക്കോടി ടൗൺ. കുറച്ച് അപ്പൊ നമ്മള് തിക്കോടി ടൗണ് കടന്നു വന്ന് ഒരു 3/4 മണിക്കൂറല്ലോ നമ്മൾ കുടുങ്ങി കടന്നു വന്ന് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ടൗൺ ഹൈവേന്റെ സ്ഥിതി കണ്ടില്ലേ. ഒരു വണ്ടി കഷ്ടിച്ച് പോവാം. അപ്പോൾ ഇതാ പുതിയ റോഡ് വരുന്ന ഒരു സ്ഥലമാണ്. ഇതിലാണ് ഇപ്പോൾ പുതിയൊരു ഹൈവേ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സർവീസ് റോഡ്. ഈ സർവീസ് റോഡ് കൂടിയപ്പോൾ എല്ലാ വാഹനങ്ങളും പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിക്കോടി ഗേറ്റ് 3/4 മണിക്കൂർ കൂട്ടി നമ്മൾ അർജന്റായിട്ട് ഇപ്പോൾ ഒരു സ്ഥലം വരെ പോവുക. പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഈ സർവീസ് റോഡിലേക്ക് കയറി. ഇതാണ് നേരത്തെ പറഞ്ഞ FC. ഇവിടത്തേക്ക് ട്രെയിൻ തിരിക്കുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സർവീസ് റോഡിൽ കയറിയാലോ ഈ ലോറിക്കാർക്കൊക്കെ ഒരു ഇതുണ്ട്, പ്രശ്നം എന്താ അറിയോ? എപ്പോ വണ്ടി കേടാക്കിയ സർവീസ് റോഡില്ല. അതൊന്നിരിക്കോ? അല്ല കേടാക്കാതെ ഞാൻ വെറുതെ പറഞ്ഞോ. വണ്ടി കേടായി പോവുക ഈ സർവീസ് റോഡിൽ നിന്ന്. കുറച്ച് നല്ല വീതിയുള്ള റോഡ് വരുന്നുണ്ട് മുന്നോട്ടേക്ക്, പക്ഷെ അവിടെ നിന്നൊന്നും വണ്ടി കേടാവില്ല. എന്നിട്ട് ഇങ്ങനെ സ്ഥലത്താണ് വണ്ടി കേടായത്. അപ്പോൾ കിലോമീറ്ററുകളോളം എന്താവും, ബ്ലോക്ക് ആവും. നമ്മള് പയ്യോളി ടൗണിലേക്ക് കിടന്നു ഉണ്ടോ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ റോഡിന്റെ ഒക്കെ അവസ്ഥ. ഏകദേശം തോടായി. ഇനിയിപ്പോ നമുക്ക് ഉണ്ണീന്റെ കാത് കുത്താനായിട്ട് ഒരു ജ്വല്ലർ തപ്പണം. ഞായറാഴ്ചയാണ് നമ്മളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഞായറാഴ്ച ഇപ്പോ ഒരു ജ്വല്ലർ തപ്പണം. ഉറപ്പിച്ചു വിടണ. തുറന്നിട്ടില്ലെന്നാ തോന്നുന്നത്. തുറക്കും. എവിടെ പോയെ? ജ്വല്ലറി തുറന്നില്ലെങ്കിൽ ജ്വല്ലറി കുത്തി തുറന്നിട്ടാണെങ്കിൽ ഇന്ന് ഉണ്ണിമായന്റെ കാത് ഉറപ്പിച്ചു വിടാം. ചച്ചൂട്ടാ ജ്വല്ലറി കാണുന്നുണ്ട്, നോക്കണേ. ജ്വല്ലറി വേദന ഇല്ലാതെ കാത് കുത്തുന്ന ജ്വല്ലറി ഇല്ല, അത് നോക്കണം കേട്ടോ. ഒരു ബോഡി നമ്മളല്ല കറങ്ങേ
തുറന്നിട്ടില്ല പൊന്നുണ്ട. അമ്പാടി ജ്വല്ലറി തുറന്നിട്ടില്ലടോ. ആ ഇനിയിപ്പോ ഇങ്ങനെ കാത് കുത്തുക. മഹറും തുറന്നില്ല. വടകര പോവും. ആരും തുറന്നില്ല. ഒരു മിനിറ്റ്. വടകര ഇന്ന് ഒട്ടും ഉണ്ടാവൂല. നോക്കാം. അല്ലെങ്കിൽ വേറെ കാര്യമുണ്ട്. ഹോസ്പിറ്റലിൽ പോവാ. ഹോസ്പിറ്റലിൽ കുത്തുമല്ലോ. ഹോസ്പിറ്റലിൽ കുത്തു. ആര് കുത്തു? ഹോസ്പിറ്റലിൽ നേഴ്സം വരും. നല്ല സീനില്ലേ അച്ഛോ? ഇല്ല മുന്നോട്ട് അവിടെ ഒന്നും തുറന്നില്ല. നമുക്ക് അടുത്ത ദിവസം വരാം. ഇല്ല തുറന്നിട്ടില്ല. പ്രശാന്തി ഇല്ല, ശ്രീരാമില്ല, ആരുമില്ല. അയ്യോ ധനലക്ഷ്മി മാത്രം തുറന്നില്ലല്ലോ. ധനലക്ഷ്മി ഒന്നും തുറന്നില്ല. ഇതെന്നാ ധനലക്ഷ്മി അല്ലേ ഇത്? ഇവിടുന്ന് കുത്തു. ഓ ഇവിടുന്ന് ഞാൻ കുത്തൂല. നമ്മളങ്ങ് നിങ്ങളോട് വന്നിട്ട് ഒരു മിനിറ്റ് ഞാൻ അവിടെ നിന്ന് കാത് കുത്തുന്ന് ചോദിച്ചിട്ട് വരുന്നേ. ചേട്ടാ വാ ഇങ്ങോട്ട് ചേട്ടനോ സക്ക ചേട്ടാ കുഞ്ഞി തന്നെ ആയിക്കോട്ടെ. വേദന ഉണ്ടാവില്ല അല്ലേ? ഒരു വേദന ഉണ്ടായാലോ. എന്ത് വേദനയാണ്? ആന്ന് 10-32 വയസ്സായി ഇനിയും വേദന നോക്കി കിടക്കുക. ഇനി 100 കുത്തല്ല എന്നിട്ട് മേലെ കുത്തും അല്ലേ? കാലിട്. അതെ മതി. അതിലൊറ്റ മിനിറ്റ്. ഇത്രേ ഉള്ളൂ. ആലോചിക്കാൻ സമയമില്ല. അടുത്ത അപ്പൊ ആലോചിക്കാനുള്ള സമയം കൊടുത്തില്ല. ചാടിയോ? 2 വേണ്ടേ? ഒന്നും വേണ്ടേ? ഇല്ലേ വിടുന്ന 2 കുത്തണോ? ഹലോ മാഡം, എന്താ വിഷമോ? ചെവി കാണിച്ച ചെവിയല്ല കൂടി ആപ്പിള് പോലെ വീങ്ങില്ല. പക്ഷെ ചോദിക്കാനോ ആകെ പോവും. കുഴപ്പമില്ല. അല്ല പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഇങ്ങോട്ടൊക്കെ വേദന ഉണ്ടായിരുന്നോ? വേദന ഒന്നുമില്ല. പക്ഷെ നമുക്കൊരു പേടിയല്ലേ എപ്പോഴും. നേരത്തെ മൂക്കൊക്കെ കുത്തിയല്ലേ എന്നാന്ന് അറിയാം. ആ ഒരു സെക്കൻഡുള്ള മാത്രം അറിയാം. പക്ഷെ പേടിയാണ്. നമുക്ക് സൂചി വെക്കുമ്പോഴുള്ള ഒരു ഫീലില്ലേ? പക്ഷേ ഇവർക്ക് നമുക്കൊരു കാര്യമില്ല. അങ്ങനെ കുറച്ച് ഡിലേ ആയി കൊണ്ടുവന്നാൽ നമുക്കൊരു പേടി ഉണ്ടാകാം. പക്ഷെ ഇയാളെ ഒരു സമയം കൊടുത്തിക്കില്ല കേട്ടോ. കുത്ത ഇവള് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയം മൂപ്പര് കൊടുത്തിക്കില്ല. അത്ര ഇവള് പേടിച്ചിട്ട് എന്താ പറയാ കാടൊക്കെ ഒരു എയർ പിടിച്ചൊന്ന് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയമില്ല. അത് മൂപ്പര് കൊടുത്തിക്കില്ല. ഓള് കടക്കുന്ന ഒരു ടക്ക് ഒന്ന് അടിച്ചു നീ അപ്പുറത്തെ മാർക്ക് ടക്ക് അത് ഇല്ല. അത് കറക്റ്റാ. എനിക്കൊന്ന് കാണാൻ ഭംഗിയുണ്ട്. 2 കൂടി അടിക്കാൻ വേണമെങ്കിൽ അല്ലേ? അടിക്കണം. ഇപ്പൊ തന്നെയാണ് അടിക്കാനും. കുറച്ച് കഴിയുമ്പോ വീണ്ടും എന്റെ മൂഡ് അപ്പൊ എങ്ങനെയാ നമ്മളിപ്പോ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന്റെ ഒരു പേടിയില്ലേ? അതുപോലെ. പക്ഷെ ഇത് വേദന ഒന്നുമില്ലല്ലോ. വേദന ഒന്നുമില്ല. പെട്ടെന്ന് അടിക്കുമ്പോഴുള്ള അതല്ലേ. പിന്നെ ഇപ്പൊ കാരണം ഞാൻ അടിച്ചല്ലേ. ഞാൻ ഇത് അടിച്ചതല്ല. ഇത് തുളച്ചതാ. തട്ടാമാര് തുളയ്ക്കൂലേ? ഇപ്പൊ ഇവിടെ പയ്യോട് നല്ല മഴ പെയ്ത് ചോർന്ന് കിടക്കും കേട്ടോ. ഇപ്പം ചോർന്ന് നല്ല മഴയായിരുന്നു. ഞാൻ സൈഡാക്കി വെച്ച കണ്ണ് കാണാൻ സൈഡാക്കി വെച്ച. അച്ഛൻ എടിയാ പോണ്ടേ? ബീച്ചിൽ പോയുള്ള പ്രശ്നം എന്താ പറയാ? മഴ ഞാനിവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല.
എന്താക്കൂ? കാറിൽ ഇങ്ങനെ ഇരുന്ന് ബീച്ച് കാണുക. ഓക്കെ. പോകുന്ന വഴിക്കൊക്കെ നിറച്ചും വെള്ളക്കെട്ടായിനെ. ഈ മോശം എന്ന് പറഞ്ഞ റോഡ് വളരെ വളരെ മോശമായിരുന്നേ. വെള്ളച്ചാട്ടം കണ്ടില്ല. വെള്ളച്ചാട്ടല്ല മുന്നേട്ടാ, ഇതെന്താ ഇങ്ങനെ ഹോൾസ് ഇട്ട് വെച്ചേ? താഴത്തൂടെ അതിലെ ഒരു ബൈക്കാരൻ പോവാണ്, അയാളെ തലയിലല്ലേ വെള്ളം മുഴുവൻ ഉണ്ടാവുക? സത്യട്ടോ, ഞാൻ ചിന്തിച്ച കാര്യം അത്. ഇപ്പൊ മുകളിലുള്ള വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഓള് തീർത്തും കൊടുത്തിടത്തേക്ക് സർവീസ് റോഡിന്റെ മുകളിലൊക്കെ. അപ്പൊ നല്ലൊരു മഴ സർവീസ് റോഡിന്റെ മുകളിൽ കൂടെ ബൈക്കുകാർക്കൊന്നും പോണ്ട. അതാ ഞാനും വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യോ? ഇനി എന്തെങ്കിലും ചെയ്യുന്നില്ല. ആശ്വാസം. ഇതാണ് തിക്കോടി പുഴ. തിക്കോടി പുഴ. ഇതാണ് തിക്കോടി വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം അടിപൊളിയായി. തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്. പാലൂരല്ല അച്ചു, തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്. തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോകുന്ന റോഡാണ്. തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലേക്കുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന്റെ മുന്നേ ചെയ്യുന്നേ. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തതൊന്ന് പോയി കാണണേ. പുറത്ത് കഴിഞ്ഞത് മുമ്പൊക്കെ ആർക്കും വേണ്ടാണ്ട് കിടന്നതാണ് അല്ലേ തിക്കോടി ബീച്ച്. ഡ്രൈവിംഗ് ബീച്ച് ആക്കിയപ്പോ ഭയങ്കര തിരക്ക്. ഇപ്പൊ ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും. ഇന്നത്തെ കാര്യം അറിയില്ല, മഴയൊക്കെ ആയതുകൊണ്ട് എന്നാലും ഒന്ന് പോയി നോക്കാം. അപ്പൊ ഇതാണിപ്പോ നമ്മള് തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോകുന്ന വഴി. ഇപ്പൊ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. കടലോക്ക് അത് കാണിച്ചെടുക്ക്. നല്ല കാറ്റാ, തേങ്ങ പോകുന്നല്ല നമ്മളെ കടൽ. കാറ്റോണ്ടാ കടൽ ഇങ്ങനെ കുറച്ച് പ്രക്ഷുബ്ധമായി കിടക്കുന്നതാണ്. അപ്പം നമ്മൾ തിക്കോടി നല്ല മഴയത്ത് ഒരു വൈകുന്നേരം വന്നാൽ ഇങ്ങനെയാണ് കേട്ടോ കാണാൻ പറ്റുക. ആകാശമെല്ലാം കണ്ടില്ലേ, നിറച്ചും കാർമേഘം കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുകയാണ്. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച ഈ ഒരു അന്തരീക്ഷത്തിൽ മഴയത്ത് തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ വന്നതിൽ ഞങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല. കാരണം എന്താ അറിയോ, കാണാൻ നല്ലൊരു സുന്ദരമായൊരു അന്തരീക്ഷവും പിന്നെ നല്ല കാറ്റാണ് കേട്ടോ, കാറ്റ്. അപ്പോൾ ഈ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റാണ്. എൻ്റെ അത്യാവശ്യം നല്ല ഷർട്ടൊക്കെ ഇങ്ങനെ നല്ല പാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഞാനിപ്പോൾ ഓൺ വോയിസിൽ വന്നതെന്താ വെച്ചാൽ അവിടെ നല്ല സൗണ്ടിൽ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിലപ്പം കോപ്പി റൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓൺ വോയിസ് വന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ആകാശത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. ഇപ്പം ക്യാമറയിൽ എത്രത്തോളം ഈ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ അസാധ്യമാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ കടലും ആകാശം കൂടി ഒന്നിച്ച് ഒഴുകിച്ചേർന്ന പോലുള്ളൊരു ഭംഗിയാണ്. പിന്നെ ഇതാ അമ്മയും മോനും തകർത്തുള്ള കളിയാണ്. അങ്ങോട്ട് ഓടുക, പിന്നെ തിര വരുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഓടുക. അവസാനം ഈ മഴ ചതിച്ചു, മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയ രണ്ടാൾക്കാരും കണ്ടോ തലയിൽ കൈ വെച്ച് ഓടി വരുന്നുണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിപ്പോൾ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് കയറേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ടിപ്പോൾ ഉണ്ണീൻ്റെ കാത് ഒന്ന് കുത്തൽ ചടങ്ങ് നിർവഹിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ചുമ്മാ ഒരു വ്ളോഗങ്ങ് ആക്കി, അത്രയേ ഉള്ളൂ. ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.